അങ്ങനെ നമ്മൾ വെയർ ഹൗസിലെത്തി കേട്ടോ. അപ്പോൾ നമ്മൾ ലോഡ് ഇറക്കാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ വണ്ടി ഇതാ ഇവിടെ നിർത്തിയിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ 9:30 കഴിയണം ലോഡൊക്കെ ഇറക്കി കഴിയാൻ. ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. നമ്മൾ കോട്ടയത്താണ് ഉള്ളത്. കുറച്ച് സാധനങ്ങൾ ഇറക്കാൻ വേണ്ടി വന്നതാണ്. ന്യൂ ഇയറൊക്കെ അല്ലേ, അപ്പോൾ കുറച്ച് ലിക്കറൊക്കെ ഇറക്കാൻ വേണ്ടി വന്നതാണ്. നമ്മുടെ ഫ്രണ്ടിൻ്റെ കൂടെ പെർമിറ്റ് ലോറിയിലാണുള്ളത് കേട്ടോ. ജസ്റ്റ് അവൻ്റെ കൂടെ ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. പോകുന്ന വഴി നാട്ടിൽ നിന്ന് നമ്മളെയും കൂട്ടി. അപ്പോൾ നമ്മുടെ വണ്ടി ഇതാ അവിടെ കിടപ്പുണ്ട്. ഇനിയിപ്പോൾ ലോഡൊക്കെ ഇറക്കണം. കുറച്ച് സാധനം മാത്രമേ അതിൽ ബാലൻസ് ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ വെയർ ഹൗസും ചുറ്റുപാടും. നല്ല അടിപൊളി ഒരു സ്ഥലം. ഓക്കെ, നമ്മൾ ലോഡൊക്കെ ഇറക്കി അവിടെ നിന്ന് ഇറങ്ങി. ഇനി നേരെ നമ്മുടെ നാട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതാ നമ്മൾ ഇറങ്ങിയ പാടെ മൊത്തം ബ്ലോക്ക് തന്നെയാണ്. ഫുള്ള് ബ്ലോക്കാണ് കേട്ടോ. മുന്നിലായിട്ട് ഒരു BMW ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഡ്രൈവർ ഉണ്ണിതാ ഇവിടെ നിൽപ്പുണ്ട്. അപ്പം ഞാൻ കിടന്നുറങ്ങി, ആശാൻ വണ്ടി ഓടിച്ചു. അപ്പം അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. ഇപ്പോൾ ലോഡൊക്കെ ഇറക്കി ഏതാണ്ട് 11 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നാട്ടിൽ എപ്പോഴാണ് എത്തുമെന്ന് അറിയില്ല. ഇവിടെ ഇപ്പോൾ ക്രിസ്മസിൻ്റെ പരിപാടി ആയതുകൊണ്ട് തന്നെ മൊത്തം സ്റ്റാറൊക്കെ സൈഡിലുണ്ട്. അപ്പോൾ അതാ ഈ കണ്ണാടി കണ്ടിരിക്കുക, നമ്മളെ വണ്ടി ഇങ്ങനെ കാണാം ഫ്രണ്ടിലായിട്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ ഏറ്റുമാനൂർ അമ്പലത്തിൻ്റെ മുന്നിലായിട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇതാ നല്ല തിരക്കാണ്. നോക്കത്താ ദൂരത്തോളം വണ്ടി ഇങ്ങനെ ക്യൂവിൽ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സൈഡിൽ വലിയ തിരക്കൊന്നുമില്ല. വെയിലാണെങ്കിൽ ഒടുക്കത്തെ വെയിലുമാണ്. എന്തായാലും ഉത്സവ സീസൺ ആയതുകൊണ്ട് തന്നെ ഒരു ഗ്യാപ്പ് കൂടി ഒരു വണ്ടി പോകുന്നുണ്ട് കേട്ടോ, സ്കൂട്ടി. അപ്പോൾ ഗൈസ്, നമ്മൾ കടുന്തുരുത്തി വൈക്കം എറണാകുളം ഈ റൂട്ടിലാണ് കേട്ടോ പോകുന്നത്. ഇതേ എവിടെ എത്തുന്നൊന്നും അറിയില്ല, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. റോഡൊന്ന് ചെറുതായിട്ടുണ്ട് കേട്ടോ നേരത്തെക്കാട്ടും. മുന്നിലായിട്ട് ഇതാ വലിയ മരത്തിന്റെ ലോറിയൊക്കെ നിർത്തിയിട്ടുണ്ട്. ഗൈസ്, നമ്മുടെ മുന്നിലുണ്ട് ഒരു സാന്താക്ലോസ് ഹെൽമെറ്റ് ഒക്കെ വെച്ച് പോകുന്നതാ കണ്ടോ. നമ്മുടെ ക്രിസ്മസ് സാന്റയാണ് ഹെൽമെറ്റ് ഒക്കെ വെച്ച് നല്ല വൃത്തിക്ക് പോകുന്നത്. അപ്പൊ ഓപ്പർ സൈഡിലോട്ട് നമുക്ക് അടുപ്പിക്കാൻ പറ്റുന്നില്ല കേട്ടോ. മുന്നിലൊക്കെ വണ്ടിയാണ്. പാസ്സായി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ടൊന്ന് കാണാമായിരുന്നു. അപ്പൊ ഇതാ കുട്ടികളൊക്കെ നോക്കി ചിരിക്കുന്നുണ്ട്. സാന്ത ഇവിടെ ഉണ്ട് കേട്ടോ. അതാ താടിയൊക്കെ വെച്ച് ഹെൽമെറ്റ് ഒക്കെ വെച്ച് നല്ല ഡീസന്റ് ആയിട്ടാണ് നമ്മൾ സാന്താക്ലോസ് പോകുന്നത്. അപ്പോൾ അതാ സൈഡിലോട്ട് പോയി. നമുക്കിനി ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് പോകണം. ഇതെവിടെ മൊത്തം ക്രിക്കറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ക്രിക്കറ്റ് പ്രാക്ടീസ് ചെയ്യുന്ന ഗ്രൗണ്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാ തകൃതിയായിട്ട് ഇവിടെ കളി നടക്കുകയാണ്. നമ്മളെവിടെയോ എത്തിയിട്ടുണ്ട്. വലിയൊരു കനാലൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടുന്ന് ലെഫ്റ്റ്, നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റാണ് കേട്ടോ പോകേണ്ടത്. അത്യാവശ്യം നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. ഇത് തൃപ്പൂണിത്തറയാണാ. അപ്പൊ നമ്മുടെ ഡ്രൈവർ ഇതാ ഇവിടുന്ന് ഇങ്ങനെ തലപ്പരാന്ത പിടിച്ച് ഓടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല ബുദ്ധിമുട്ടുണ്ട്. നമ്മളിതാ നല്ല വിശാലമായൊരു കായലിന്റെ സൈഡിൽ കൂടിയാണ് പോകുന്നത്. നല്ല ക്ലിയർ കായലാണ് കേട്ടോ, കച്ചറകളൊന്നുമില്ല. ആ താറാവൊക്കെ പോകുന്നുണ്ട് അടിയിൽ കൂടി. നമ്മളിത് ഏതാണ്ട് എറണാകുളം എത്തി കേട്ടോ. അപ്പൊ ഇത് നമ്മുടെ കൊച്ചി മെട്രോ ഇതൊക്കെ ഹൈറ്റിലായിട്ട് ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുന്നുണ്ട്. ഒരു അടിപൊളി സെറ്റപ്പ് തന്നെയാണ് കേട്ടോ. അപ്പൊ നമ്മള് നമ്മുടെ കാസർഗോഡ് ഫ്ലൈ ഓവർ ഒറ്റത്തൂണിലാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതേപോലെ തന്നെ ഇവിടെ നോക്കിയാൽ രണ്ട് സൈഡിലും നല്ല വിശാലമായ റോഡാണ്. ആകെപ്പാടേത് ഈ സെൻട്രലിലുള്ള ഈ ഡിവൈഡറിന്റെ നടുവിൽ മാത്രമേ തൂണ് വരുന്നുണ്ട്, പില്ലർ. ഈ ഒരു സ്റ്റേഷൻ തന്നെ നോക്കിയേ, ഈ സെൻട്രൽ തൂണിൽ മാത്രമാണ് ഈ സ്റ്റേഷന്റെ മൊത്തം പിടുത്തം. സൈഡിലൊന്നുമില്ല, സൈഡിലെ മൊത്തം ഒഴിവാണ്.
അപ്പോൾ സ്റ്റേഷൻ മൊത്തം നിൽക്കുന്നത് ഇത്ര ഒരു സെൻട്രലിലുള്ളൊരു പിടുത്തത്തിനുള്ള മാത്രമാണ്. അപ്പം അത്രയും സ്ഥല സൗകര്യങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പം മെട്രോ ഇതിങ്ങനെ പരന്ന് കിടക്കുകയാണ് കേട്ടോ. ഇങ്ങോട്ട് വരുന്നവർ ഹൈറ്റ് കൂടിക്കൂടി വരുന്നുണ്ട്. പാലത്തിന്റെ മുകളിൽ കൂടിയാണ് നമ്മുടെ പാലം പോകുന്നത്, മെട്രോ പോകുന്നത്. മെട്രോ കാണാൻ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ ഇതുപോലത്തെ മൊത്തത്തിൽ കേരളത്തിൽ ഇങ്ങനത്തെ റോഡൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും. അപ്പോ മെട്രോ ഞാൻ ഇങ്ങോട്ട് അധികം വരാറില്ല. ഇപ്പൊ മെട്രോ കണ്ടൊരു കൗതുകം പോലെ തോന്നി. അതുകൊണ്ടാണ് ഇതിനെപ്പറ്റി ഇങ്ങനെ വിശേഷിച്ച് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ടത്. എന്തായാലും ഒരു അടിപൊളി സെറ്റപ്പ് തന്നെയാണ് കേട്ടോ. ഇതാ വീണ്ടും നമ്മൾ അടുത്ത സ്റ്റേഷൻ എത്തി. വീണ്ടും നമ്മൾ സ്റ്റേഷന്റെ അടിയിലൂടെ ഇങ്ങനെ പോവാണ്. ഗൈസ്, നമ്മളെ കേരളത്തിൽ അധികവും കണ്ടുവരുന്ന അതേ സെറ്റപ്പ് ഇവിടെയും വന്നിട്ടുണ്ട്. ബ്ലോക്കായി കേട്ടോ, അത്യാവശ്യം നല്ല ബ്ലോക്കാണെന്ന് തോന്നുന്നു. അപ്പൊ നമ്മുടെ ഡ്രൈവർ ഇവിടെ നിൽപ്പുണ്ട്. മുന്നിലായിട്ട് ഇതാ നല്ല രീതിയിൽ ബ്ലോക്കാണ്. ഗൈസ്, ഇവിടുത്തെ നഗരസഭേന്റെ വേസ്റ്റ് എടുക്കുന്ന വണ്ടി കണ്ടോ, ഒരു ചൈനയിലുള്ളൊരു വണ്ടി പോലെ ഉണ്ട് അല്ലേ. അപ്പൊ അതാ നമ്മുടെ ബ്ലോക്ക് മാറിയില്ല, നല്ല പിടുത്തം വിട്ട ബ്ലോക്ക് തന്നെയാണ്. നമ്മളെ മെട്രോ ഇതാ റോഡിൽ നിന്ന് മാറി സൈഡിലോട്ട് വളഞ്ഞങ്ങോട്ട് പോയി കേട്ടോ. അപ്പൊ നമ്മുടെ എറണാകുളം ഏരിയയിലെ മൊത്തം തിരക്ക് തന്നെയാണ്. താഴെക്കൂടിയും മോളിക്കൂടിയും എല്ലാം കംപ്ലീറ്റ് റോഡ് തന്നെയാണ്. നമ്മുടെ 4 വരി ഇത് എന്തെങ്കിലും 4 വരിയോ 6 വരിയോ അങ്ങനത്തെ ഒരു പാതയാണ്. അതിന്റെ പാലത്തിന്റെ സൈഡിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. മുന്നിലായിട്ടൊരു റേഞ്ച് റോവർ ഒക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല വെയിലാണ് കേട്ടോ. ഈ വലിയ റോഡിൽ തന്നെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ തന്നെ കാണുന്നുണ്ട്. ഇവിടെ മൊത്തം ലക്ഷറി വണ്ടിയാണല്ലോ. ഇതേ പോകുന്നു BMW. പക്ഷെ രജിസ്ട്രേഷൻ ഇവിടെ അല്ല, മഹാരാഷ്ട്ര. അപ്പൊ നമ്മള് വൈറ്റിൽ എത്തിയിട്ടുണ്ട്. വൈറ്റിൽ ഇങ്ങനെ പോവാണ്. നല്ല രസമുണ്ട്. ഇങ്ങനെ മരയൊക്കെ ആയിട്ട് ഇതാ ഈ ഫോട്ടോ പിടിച്ചൊക്കെ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. അപ്പൊ നമ്മുടെ 6 വരി പാതയിലും ഇതേപോലത്തെ ഫോട്ടോ പിടിച്ചൊക്കെയാണ് വരുന്നത്. സൈഡിലായിട്ട് ഇങ്ങനെ മരങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ലൊരു രസമുണ്ട് പോവാൻ. നമ്മുടെ ഹൈവേയിൽ ഇടിക്ക് ഇതുപോലെ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായേനെ. ഗൈസ്, ഇവിടെ ഒരു പരസ്യ വണ്ടി പോകുന്നുണ്ട് സൈക്കിളിലായിട്ട്. നല്ല രസമുണ്ട് ഇത് കാണാൻ. അപ്പൊ നമ്മുടെ സൊമാറ്റോയുടെ ഒരു ചെക്കൻ ഇതാ മുന്നിൽ ഇങ്ങനെ പോകുന്നുണ്ട്. മൊത്തം ബിസിയാണ്. റോഡും ഷോപ്പുകളും ഒക്കെ ബിസിയാണ് ഇവിടെ. നല്ല വെയിലും ഉണ്ട്. അതുപോലെ തന്നെ മൊത്തം ഫ്രീക്കന്മാരൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഒരു രസമുണ്ട് നമുക്ക് ഇത് ഇങ്ങനെ യാത്ര ചെയ്യാൻ. കാരണം ഇരു സൈഡിലും മരങ്ങളുള്ളത് കൊണ്ട് തന്നെ നല്ലൊരു ഭംഗിയുണ്ട്. നമ്മള് ലുലു മാളിന്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ ഇതാണ് അവസ്ഥ, ഫുള്ള് തിരക്ക് തന്നെ. അപ്പോൾ ആ മോളിലായിട്ട് മെട്രോ സ്റ്റേഷൻ ഉണ്ട്, അതിൻ്റെതായ റോഡുണ്ട്. ഇതിന്റെ അപ്പുറത്തായിട്ട് ഇത് ലുലു മാളും കിടപ്പുണ്ട്. അപ്പൊ സിഗ്നൽ കിട്ടി കേട്ടോ. അപ്പൊ നമ്മളിത് അവിടുന്ന് മുന്നോട്ടേക്ക് എടുത്തു. നമുക്ക് നേരെയാണ് പോകേണ്ടത്. അപ്പൊ നമ്മുടെ മുന്നിലായിട്ട് ഇതാ ലുലു മാൾ ഇങ്ങനെ തലയെടുത്ത് നിൽപ്പുണ്ട്. ഓ, അപാര സംഭവമാണ് കേട്ടോ ലുലു മാൾ. ദൂരെയായിട്ട് കാണാം ലുലു മാളിന്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മൾ അതിലൊന്നും കയറുന്നില്ല, നമ്മൾ അതിന്റെ ഫ്രണ്ടിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗായ്സ്, ഇതാ ദൂരെയായിട്ട് ഇതാ വലിയ ക്രെയിനൊക്കെ എന്തൊക്കെയോ തൂക്കി പിടിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോ പാലത്തിന്റെ പണിയാണെന്ന് തോന്നുന്നു. എന്തോ പണിയൊക്കെ നടക്കുന്നുണ്ട്. നമ്മളിപ്പോ ലുലു മാളിന്റെ കുറച്ച് അടുത്തായിട്ടാണ് കേട്ടുള്ളത്.
അപ്പൊ ഗായ്സ് നമ്മുടെ 6 വരി പാതയുടെ പണി ഇതാ ഇവിടെയൊക്കെ നടക്കുന്നുണ്ടേ. ഇതിപ്പോ ചേരാനല്ലൂരാണ് നമ്മളുള്ളത്. അപ്പൊ അവിടെയൊക്കെ ഇതാ നമ്മുടെ അണ്ടർ പാസേജിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ സ്ലാബിന്റെ പണിയൊക്കെ കഴിഞ്ഞു. അപ്പൊ നമ്മൾ അതുവഴി ഇങ്ങനെ പോകുന്നുണ്ട്. കാര്യമായിട്ട് നമ്മുടെ റോഡിന്റെ പണിയും കാര്യങ്ങളൊന്നും അങ്ങനെയായ രീതിയിൽ നടക്കുന്നൊന്നുമില്ല. ഇതുപോലെ ചെറിയ ചെറിയ അവിടെ ഇപ്പോൾ ഫ്ലൈ ഓവറിന്റെ പണി, അല്ല ഫ്ലൈ ഓവറില്ല, അണ്ടർ പാസേജിന്റെ പണി, അങ്ങനത്തെ ഓരോരോ പണിയൊക്കെ ആണ് കാണുന്നത്. അപ്പൊ ഇവിടെയൊക്കെ സർവീസ് റോഡ് കഴിഞ്ഞിട്ടുണ്ട്. വലിയ രീതിയിലുള്ള പാർക്കും കാര്യങ്ങളൊന്നും ഇവിടെ ഒന്നും കാണുന്നില്ല. അപ്പൊ അത്യാവശ്യം നല്ല വെയിലാണ്. ഇവിടുത്തെ സർവീസ് റോഡിന്റെ പണിയൊക്കെ ഏതാണ്ട് ഇതാ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ മെയിൻ റോഡിന്റെ പണിയാണ് നടക്കേണ്ടത്. അപ്പോ അതിപ്പോ നിങ്ങളിപ്പോ കാണുന്ന ഈ ഒരു സെറ്റപ്പിലാണ് ഉള്ളത്. സർവീസ് റോഡ് മാത്രം ഓക്കെ ആക്കി വെച്ചിട്ടുണ്ട്. വേറെ കാര്യമായിട്ടൊന്നുമില്ല. നീണ്ടു നേർന്ന് ഇങ്ങനെ കാട് പിടിച്ച് കിടക്കാണ് നമ്മുടെ റോഡ്. ഇവിടെയൊക്കെ 2 സൈഡിലും നമ്മുടെ ക്രാഷ് ബാരിയറിന്റെ പണിയൊക്കെ കഴിഞ്ഞു. പക്ഷെങ്കിൽ സെൻട്രൽ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. സർവീസ് റോഡൊക്കെ ഓപ്പൺ ആക്കി ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോ മൊത്തത്തില് സെൻട്രൽ അങ്ങ് മെയിൻ റോഡ് ഒറ്റയടിക്കങ്ങ് റെഡിയാക്കേണ്ട പരിപാടിയാണെന്ന് തോന്നുന്നു. ഇവിടെ ചൂട് പായസമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇതൊരു വണ്ടിയിൽ വേറൊരു വണ്ടി കയറ്റി വെച്ചിട്ടുണ്ട്. ദോസ്ത. അപ്പൊ നമ്മുടെ എറണാകുളം ഈ ഏരിയയിലൊക്കെ നമ്മുടെ 6 വരി പാതയുടെ പണി ഇങ്ങനെയൊക്കെയാണ് ഉള്ളത്. കാര്യമായിട്ട് പ്രത്യേകിച്ച് വലിയ രീതിയിലുള്ള പണിയൊന്നും നടക്കുന്നില്ല. സർവീസ് റോഡൊക്കെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ മെയിൻ റോഡിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. ഒരേ നിപ്പ് തന്നെയാണ്. ഇവിടെയൊക്കെ പണി നടക്കുന്നുണ്ട്. എല്ലായിടത്തും നമ്മുടെ ഫ്ലൈ ഓവറിന്റെ അതുപോലെ തന്നെ അണ്ടർ പാസേജിന്റെ പണിയൊക്കെയാണ് ഇപ്പൊ നടക്കുന്നത്. വേറെ പ്രത്യേകിച്ച് കാര്യമുള്ള പണിയൊന്നുമില്ല. സൈഡിലായിട്ട് മൊത്തം ഗർഡറൊക്കെ അവിടെ ലോഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോ അടിപൊളി പരിപാടി തന്നെയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഉണ്ണി തളർന്ന് കേട്ടോ. എന്താ റെസ്റ്റ് എടുക്കുകയാണ്. ഇനി കുറെ നേരമായി മൂപ്പർ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് അങ്ങനെ പോവാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മുടെ റോഡും കാര്യങ്ങളൊക്കെ മൊത്തം തിരക്ക് തന്നെയാണ്. നമുക്കതിലൊന്നും പറയാനില്ല. നമ്മൾ ഇന്നലെ രാത്രി വിട്ടതാണ്. അപ്പൊ ഇന്ന് രാവിലെയാണ് ലോഡൊക്കെ ഇറക്കി കഴിഞ്ഞത്. അപ്പൊ ലോഡൊക്കെ ഇറക്കി കഴിഞ്ഞാൽ നേരെ കോഴിക്കോടേക്കാണ് ഇപ്പൊ നമ്മൾ വണ്ടി എടുത്ത് പോകുന്നത്. പോയി ഇപ്പോ എപ്പാ എത്താമെന്നും പറഞ്ഞൂടാ. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മുന്നിലുള്ള അവസ്ഥകളാണ് നിങ്ങൾ കാണുന്നത്. ഇപ്പൊ ക്രെയിനൊക്കെ പോകുന്നുണ്ട് സൈഡിലായിട്ട്. ഇവിടെയൊക്കെ ഇതാ ഗർഡർ ലോഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മള് കാഴ്ച കണ്ടേ. നമ്മളിപ്പോ ശ്രദ്ധിച്ചത്, നമ്മൾ വിചാരിച്ചത് ഗുഡ്സ് ഓട്ടോറിക്ഷയാണെന്ന്. പക്ഷെങ്കിൽ ഇതിന്റെ കേസ് മാത്രമേ ഉള്ളൂ കേട്ടോ. വണ്ടിയൊന്നുമില്ല, ബോഡി മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മുടെ സാധനമൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇനി പോവാണ്. നമ്മുടെ ഉണ്ണിച്ചേട്ടൻ ഇതാ ഇവിടെ ഉണ്ട്. വണ്ടി നിറച്ച് ഓറഞ്ച് വാങ്ങിയിട്ടുണ്ട്. ഇത് 2 സഞ്ചിലായിട്ട് ഓറഞ്ച് വാങ്ങിയിട്ടുണ്ട്. ഇത് 3 കിലോ 100 രൂപ. അപ്പൊ ഇതാ ഇനിയിപ്പോ ഓറഞ്ച് കൊണ്ടിട്ട് ഏറും കളിയും തന്നെയായിരിക്കും. ഉണ്ണി ഇത് ഓറഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ നമുക്ക് വണ്ടി എടുക്കണം. മുന്നിലൊക്കെ ഉണ്ട് കേട്ടോ ഓറഞ്ച്, മൊത്തം ഓറഞ്ചാണ്. അപ്പൊ നമ്മൾ പോയി നമ്മുടെ വാരാപ്പുഴ പാലത്തിന്റെ മുകളിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇതാ ഇവിടെയൊക്കെ ഇതാ നമ്മുടെ 6 വരി പാതയുടെ പില്ലറിന്റെ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ അതാ ഓരോ സ്ലേവായിട്ട് ഇതാ പൊങ്ങി വരുന്നുണ്ട്. നമ്മുടെ നിലവിലുള്ള പാലത്തിന്റെ കാട്ടം കുറച്ച് ഹൈറ്റിലാണ് നമ്മുടെ പുതിയ പാലം വരുന്നത്. അപ്പോ ഈ കാലിന് കുറുകെയുള്ള ഈ ഒരു പാലത്തിന്റെ പണി കുറച്ച് റിസ്ക് പിടിച്ച പണി തന്നെയാണ്. അപ്പൊ ഇതെവിടെയൊക്കെ അതാ പില്ലറ് പൊങ്ങിയിട്ടുണ്ട്. താഴെ കയറി ക്രെയിനും കാര്യങ്ങളും തന്നെ കാണാം കേട്ടോ. മൊത്തം വെള്ളത്തിലുള്ള പരിപാടിയാണ്. ഇവിടെയൊക്കെ സ്ലാബിന്റെ പണി കഴിഞ്ഞു. മുന്നിലായിട്ട് പേർ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സെന്ററിലുള്ള ഭാഗമാണ് ഇനിയിപ്പോ
കൂട്ടി യോജിപ്പിക്കണ്ടേ. പുഴയൊക്കെ അങ്ങനെ തിളങ്ങി നിൽക്കുകയാണ് കേട്ടോ. മുന്നിലായിട്ട് ചീന വലയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇത്രത്തോളം ഏരിയ ഇനിയിപ്പോൾ ശരിയാക്കി വരണം. അപ്പം മുന്നിലായിട്ട് നമ്മുടെ ഹൈവേയിൽ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഒന്നും ഒരു കുറവുമില്ല, എല്ലാം അങ്ങനെ തന്നെ ഉണ്ട്. നമ്മളിപ്പം ഇവിടുന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു രാത്രി 8 മണി അല്ലേ, 8 മണീൻ്റെ അവിടെ അടുപ്പിച്ചിട്ട് നമ്മള് കോഴിക്കോട് എത്തും. ഇതാ ഇവിടെയൊക്കെ മൊത്തം ഫ്ലൈ ഓവർ ആണ്. ഇതാ ഇവിടെയൊക്കെ ബൂമ്പ ഉപയോഗിച്ച് കോൺക്രീറ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സൈഡിലായിട്ട് ഇതാ പൈലിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ട്. ഈ ഏരിയയിലാണ് കേട്ടോ ഇപ്പൊ പണിയൊക്കെ നടക്കുന്ന കാര്യമായിട്ട്. നമ്മൾ വന്ന ഏരിയ ഒന്നും സർവീസ് റോഡിന്റെ പണി പൂർത്തിയായിട്ടുണ്ട്, അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് വലിയ പരിപാടിയൊന്നും ഇല്ല. ഇവിടെയൊക്കെ വെള്ളമാണ് കേട്ടോ. വെള്ളത്തിലൊക്കെ നമ്മുടെ ഡ്രെയിനേജിന്റെ പണിയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ റോഡ് ഇത്തിരി ഹൈറ്റ് ആയിട്ടാണ് കേട്ടോ പോകുന്നത്. നിലവിലുള്ള റോഡിനേക്കാളും ഈ ഏരിയ ഒക്കെ വെള്ളം കയറുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ റോഡ് കുറച്ചുകൂടി ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ താഴെയൊക്കെ ഇതാ മൊത്തം പണി നടക്കുകയാണ്. ഇപ്പൊ ഇവിടെ ഒന്നും സർവീസ് റോഡും കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. OFC എന്ന് പറഞ്ഞ കമ്പനിയാണ് കാണുന്നത്. ടാങ്കർ ലോറിന്റെ മുകളിൽ അങ്ങനെയാണ് കണ്ടത്, OFC എന്നുള്ള പേര്. അപ്പൊ അവിടെയൊക്കെ മണ്ണൊക്കെ കോരുന്നുണ്ട് വണ്ടിയൊക്കെ. എന്താ സ്ഥിതി എന്നറിയില്ല. പൂഴിയാണ് കേട്ടോ, മൊത്തം പൂഴിയാണ്, മണ്ണല്ല, മൊത്തം പൂഴിയാണ് ഈ അന്തരീക്ഷം. സ്ഥലം എവിടെയാന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഇവിടെയൊക്കെ ഇതാ ഒരുപാട് ടോറസ് ലോറികളിൽ ഇങ്ങനെ നിർത്തിയിട്ടിട്ടുണ്ട്. ഇത് ഇവിടുത്തെ ഈ വർക്ക് ചെയ്യുന്ന കോൺട്രാക്ട് കമ്പനിയുടെ കമ്പനി വണ്ടികളാണ് കേട്ടോ. ഇഷ്ടം പോലെ വണ്ടി ഉണ്ട് ഇവിടെയൊക്കെ, 1ഉം 2ഉം അല്ല, ഒരുപാട് വണ്ടി നിർത്തിയിട്ടുണ്ട്. ഇവർക്കൊന്നും പണിയില്ല എന്ന് തോന്നുന്നു, പണി നിർത്തി വെച്ചാണോ എന്നറിയില്ല. മൊത്തം ഇതാണ് അവസ്ഥ. ഇതാണ് നമ്മുടെ നിലവിലുള്ള റോഡിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മള് മുകളിലായിട്ടാണ് ഇപ്പൊ വർക്കും കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്നത്. ഇവിടെ നമ്മുടെ ആറിവാൾ പരിപാടിയല്ല കേട്ടോ, നമ്മുടെ ബ്രിക്കാണ്, ചെറിയ ചെറിയ കട്ട വെച്ചിട്ടുള്ള മറ്റേ KNRCയുടെ അതേ മോഡൽ വർക്ക്. അപ്പൊ ഇതാ വീണ്ടും മുന്നിലായിട്ട് ഇതാ ഫ്ലൈ ഓവറിന്റെ ഒരു സ്ലാബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതും ഫ്ലൈ ഓവർ അല്ല, നമ്മുടെ അണ്ടർ പാസ് ആണ്. ഇവിടെയൊക്കെ മറ്റേ ഫോളോ ഗായ്സ്, ഇവിടെ മൊത്തം ഗാർഡറൊക്കെ സെറ്റ് ആക്കിയിട്ട് മൊത്തം ഫ്ലൈ ഓവർ ആണ് കേട്ടോ. നമ്മളിതാ സൈഡിലുള്ള പഴയ റോഡിന് തന്നെ കാര്യം. നമ്മൾ ഏകദേശം ഒരുപാട് സമയം കേട്ടോ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിലൊന്നും എത്താറൊന്നും ആയിട്ടില്ല, ഫുള്ള് റണ്ണിങ് തന്നെയാണ്. നമ്മുടെ ഉണ്ണിയതാ വണ്ടി ഓടിച്ച് ക്ഷീണിച്ചു കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ട്രാഫിക്കും കാര്യങ്ങളൊക്കെ തന്നെ ആയിരുന്നു. പിന്നെ നമ്മുടെ ഹൈവേയുടെ വർക്ക് ഉള്ളത് കൊണ്ടും നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ നമ്മള് പോയി വഴിയമ്പലത്ത് എത്തിയിട്ടുണ്ട്. വഴിയമ്പലത്തുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. ഇവിടെയൊക്കെ അധികവും വെള്ളമാണ്, മുകളിൽ തന്നെ മൊത്തം വെള്ളമാണ് കേട്ടോ, തടാകം പോലെ ഉണ്ട്. ഇവിടെ ഇപ്പൊ ആറിവാളിന്റെ വർക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയൊക്കെ സൈഡിലായിട്ട് ആറിവാളൊക്കെ വെച്ചിട്ടുണ്ട്. കാര്യമായിട്ടുള്ളൊരു പണിയെന്ന് പറയാൻ വേണ്ടിയിട്ട് ഇവിടെ ഒന്നും നടക്കുന്നില്ല. സർവീസ് റോഡ് ഇവിടെ ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. 2 സൈഡിലും സർവീസ് കൊണ്ട് പണിയെല്ലാം കഴിഞ്ഞു, ഇവിടെയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരുപാട് മെയിൻ റോഡിന്റെ പണി ഒരുപാട് സ്ഥലങ്ങളിൽ, ഒരുപാട് ഏരിയകളിൽ ചെയ്ത് തീർക്കേണ്ട ഉണ്ട്. ഇവിടെയൊക്കെ കുറച്ച് ഏരിയകളിൽ ആറിവാൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് കാലമായെന്ന് തോന്നുന്നു ഇവിടെ പണിയൊന്നും നടക്കാത്തത്, കാരണം ഇവിടെയൊക്കെ കാട് പിടിച്ചു. ഇത്രത്തോളം ആറിവാൾ പൊക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഇറ്റാച്ചും JCBയും കൂടി നമ്മുടെ കൾവേർട്ടിന്റെ കുഴിയൊക്കെ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറെ ഏരിയകളിലൊക്കെ ടാറിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ എറണാകുളം ഭാഗത്തേക്കുള്ള നമ്മുടെ NHന്റെ പണിയും കാര്യങ്ങളൊക്കെ തന്നെ. ഇവിടെയൊക്കെ ഫ്രിക്ഷൻ സ്ലാബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മൊത്തത്തിൽ ഒരുപാട് പീസ് പ്രീകാസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ
പണിയൊന്നും ഇപ്പോൾ നടക്കാറായില്ല, കാരണം ആറിവാള് പൊങ്ങിയിട്ടില്ല. ഇതിപ്പോൾ നമ്മുടെ ഒരു വശത്തെ മെയിൻ റോഡ് കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. റോഡിൽ നല്ല രീതിയിൽ തള്ളിച്ചും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. നമ്മൾ ആടിയൊരഞ്ഞൊക്കെയാണ് പോകുന്നത്. ഫസ്റ്റ് ലെയർ താറിങ് ഇവിടെ കഴിഞ്ഞാണ് കേട്ടോ. അതുപോലെ തന്നെ സർവീസ് റോഡിൻ്റെ പണിയും കഴിഞ്ഞിട്ടുണ്ട്. ആറിവാൾ പാനൽ ഇതാ ഇഷ്ടം പോലെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രിക്ഷൻ സ്ലാബും ഒരുപാട് ഇഷ്ടം പോലെ ഇവിടെ നിരയായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിൽക്കാതെയുള്ള പോക്കാണ്, നിൽക്കാതെയുള്ള ഡ്രൈവിംഗ് ആണ്. അപ്പൊ ഗൈസ് നമ്മൾ പോയി ഇടമുട്ടത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ ഇപ്പൊ ഇതാ മൊത്തം മെയിൻ റോഡിന്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് ഏരിയകളിലായിട്ട് ഇപ്പോൾ പണി നടക്കുന്നുണ്ട് മെയിൻ റോഡിൻ്റെ. ഇവിടെയൊക്കെ കുറച്ച് ഏരിയ റെഡിയാക്കാനുണ്ട്. അപ്പോൾ ഒരു സൈഡ് മൊത്തം പണി കഴിഞ്ഞാണ്. അതുപോലെ തന്നെ സർവീസ് റോഡിൻ്റെ പണിയും കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഹൈവ മൊത്തത്തിൽ അങ്ങോട്ട് മാറി മറിഞ്ഞു കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ തൃശ്ശൂരാണുള്ളത് കേട്ടോ. തൃശ്ശൂർ ഇടമുട്ടത്താണുള്ളത്. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ പഴയ റോഡ് കയറി നമ്മുടെ ഹൈവേ ഇതുവഴി ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. നമ്മളിതാ അടിപൊളി സ്ഥലത്തെത്തിയിട്ടുണ്ട്. പാലത്തിന്റെ മുകളില് ഇവിടൊക്കെ നല്ല ഗംഭീര കാഴ്ചയാണ് കേട്ടോ. നമ്മുടെ 6 വരിപ്പാലത്തിന്റെ ഇതാ പില്ലറിന്റെ വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ദൂരെയൊക്കെ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഏതാ പാലം എന്നോട് ചോദിക്കരുത്, കാരണം എനിക്ക് അറിയില്ല. അപ്പൊ നമ്മളിതാ മുന്നോട്ട് പോകുന്നതോറും നമ്മുടെ 6 വരിപ്പാതയുടെ പാലത്തിന്റെ ഹൈറ്റ് ഇതാ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൂടി വരുന്നുണ്ട്. നമുക്ക് നമ്മുടെ പില്ലർ കണ്ടാൽ മനസ്സിലാവും. ഇതാ ഇവിടെയൊക്കെ പണി നടക്കുന്നുണ്ട് കേട്ടോ. മൊത്തം പണിക്കാറാണ് ഇതിന്റെ മുകളിലൊക്കെ. എല്ലായിടത്തും നല്ല അടിപൊളി പണിയാണ്. പക്ഷേങ്കിൽ ഇവര് അധികവും ഈ കമ്പനിയുടെ അധികവും പാലത്തിന്റെയും അങ്ങനത്തെ ഓരോരോ വർക്കാണ് ഇവര് നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പാലം കഴിഞ്ഞിട്ടുള്ള ഏരിയകളിൽ ഇതാ മുന്നിലൊക്കെ നല്ല മണ്ണൊക്കെ അടിച്ച് സെറ്റാക്കി ഇട്ടാൽ കാണാം. താഴെയായിട്ട് ഇതാ മൊത്തം പാലത്തിന്റെ സെറ്റപ്പ് ഒക്കെ ഇതാ കാണുന്നുണ്ട്. അപ്പൊ ഇത് ഇവിടെയൊക്കെ മണ്ണടിച്ച് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ മണ്ണടിച്ച് സ്റ്റോക്ക് ചെയ്ത പോലെ ഉണ്ട്, അല്ലാതെ വേറെ ലെവലിങ്ങും കാര്യങ്ങളൊന്നും അല്ല. മൊത്തം സ്റ്റോക്ക് ചെയ്തിരിക്കുകയാണ് ഇവിടെയൊക്കെ മണ്ണ്. അപ്പൊ നമ്മുടെ ഹൈവേയുടെ പണി ഒരുപാട് ദൂരം ഒരുമിച്ച് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എവിടെയൊക്കെ എപ്പം പണി തീരുന്നു പറയാൻ പറ്റൂല, അതേമാതിരി പണിയാണ്. അപ്പൊ നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പഴയ റോഡിൽ കൂടെ തന്നെയാണ്. അപ്പൊ ഇവിടെയൊക്കെ ഇതാ സൈഡിലൊക്കെ വാലിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാ ഈ സൈഡിലൊന്നും പണി ഇപ്പൊ ഒന്നും നടന്നില്ല. ഇവിടെയൊക്കെ എന്തല്ലോ കാടൊക്കെ വലിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുറെ ചളിയോ മൊത്തോ കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ലെവലാക്കിയിട്ടിട്ടുണ്ട്. അതൊക്കെ ഇനി ഒഴിവാക്കുമായിരിക്കും. മുന്നിലായിട്ട് അതുപോലെ തന്നെ ഇതാ നമ്മുടെ അണ്ടർപാസിന്റെ പണി നടക്കുന്നുണ്ട്. ഇതുപോലത്തെ പണിയാണ് നമ്മുടെ ഈ ഏരിയയിൽ ഇപ്പൊ നടന്നു വരുന്നത്. നമ്മളിപ്പോ ഏതാണ്ട് ഗുരുവായൂർ എത്താറായിട്ടുണ്ട് കേട്ടോ. അപ്പൊ നോക്കിയതേ ഇവിടെയൊക്കെ നമ്മുടെ അണ്ടർപാസിന്റെ ഗർഡറൊക്കെ വെച്ച് സ്ലാബിന്റെ പണി തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ ബേക്കിലായിട്ട് ഇപ്പോ അപ്പൊ നമ്മൾ പോയി ഏതാണ്ട് 5-ാം കല്ലെത്തിയിട്ടുണ്ട്. ഇവിടേക്ക് ഇതാ റോഡിന്റെ ഒരു വൈബ് നിങ്ങൾ കാണണം. മൊത്തം പണി അങ്ങോട്ട് പറന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ രസമെന്നല്ലേ. പക്ഷെങ്കില് നമുക്ക് അധികം വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം ഇരുടാവാറായി. സൂര്യനൊക്കെ പോയി തുടങ്ങി, ലൈറ്റൊക്കെ കുറഞ്ഞു തുടങ്ങി. പക്ഷെങ്കിൽ ഇപ്പോഴും നമ്മുടെ ഈ റോഡൊന്ന് നോക്കി, ഒരുപാട് ഏരിയകളിൽ നമ്മുടെ റോഡിന്റെ പണി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്തായാലും അടിപൊളി ഒരു സെറ്റപ്പിന്റെ ആണ് മൊത്തത്തില്. ഇതാ ദൂരെ വരെ ഒരുപാട് ഏരിയയിൽ നമ്മുടെ റോഡിന്റെ പണി കംപ്ലീറ്റ് ആയതാണ്. ഇവിടെയൊക്കെ ഇതാ സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പൊ ഗൈസ് ഇവിടെയൊക്കെ നല്ല കിടിലനായിട്ട് പണി കഴിഞ്ഞിട്ടുണ്ട്. ഇതാ 2 സൈഡിലും റോഡ് കംപ്ലീറ്റ് ആയി. അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളും തന്നെ വെച്ചിട്ടുണ്ട്. മുകളിൽ കൂടി പോകുന്ന ലൈൻ എനക്കത്ര സുഖമായിട്ട് തോന്നിയില്ല. അപ്പോൾ നേരം ഏതാണ്ട് ഇരുടായി വരുന്നുണ്ട് കേട്ടോ. ഇരുട്ടായി വരുന്നുണ്ട്. അപ്പോൾ അതാ മൊത്തം പണിയും കഴിഞ്ഞ് കിടിലനായി വരുന്നുണ്ട് നമ്മുടെ റോഡൊക്കെ. നമ്മുടെ ഒരുപാട് ഏരിയകളിൽ ഇങ്ങനെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്, കംപ്ലീറ്റ് ആയതാണ്. അടിപൊളി വ്യൂ കണ്ടപ്പോൾ ഒന്ന് ക്യാമറ ഓണാക്കിയാണ്.
നമ്മളിപ്പോൾ ഇത് ഏതോ ഒരു പാലത്തിൽ കൂടെയാണ് കേട്ടോ പോകുന്നത്. നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞു, നമ്മുടെ പുതിയ പാലത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പുഴ നോക്കി എന്ത് മനോഹരമാണ്, നല്ല അടിപൊളിയാണ് കേട്ടോ. ഇത് എവിടെയൊക്കെ ഒരു ബോട്ടൊക്കെ കിടപ്പുണ്ട്. പ്രത്യേക ഒരു വൈബ് തന്നെ ഈ പുഴ.